നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ തലക്കെട്ട് തീർച്ചയായിട്ടും എന്തിന് നമ്മൾ പിരിയേണ്ടി വന്നു? 1000 ചോദ്യങ്ങൾ ഈ വ്യക്തിക്ക് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുടെ നടുവിൽ ഈ വ്യക്തി ഉത്തരമുട്ടി നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ വളരെയധികം ഊർജം തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങളോടുള്ള നിലപാട്, മനോഭാവം, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുവാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു പ്രണയബന്ധമായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് ഏത് നിമിഷവും ഓടി വരാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ആകെ ഒരൊറ്റപ്പെട്ട സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരുടെയും സഹായമോ സാന്നിധ്യമോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. തേർഡ് പാർട്ടിയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കുന്ന വ്യക്തിയിൽ നിന്നുമൊക്കെ വളരെയധികം അകലത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കൈയടക്കാനായിട്ട് ആരെയും അനുവദിക്കുന്നില്ല എന്നുള്ള പുതിയ ഊർജമാണ് ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനും സൃഷ്ടിക്കാനും ഈ വ്യക്തി തയ്യാറാണ്. ഈ വ്യക്തി പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട ജീവിതം അല്ലെങ്കിൽ ഏകാന്തത അനുഭവിച്ച് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഈ വ്യക്തി പല യാഥാർത്ഥ്യങ്ങളിലൂടെയും പല തിരിച്ചറിവുകളിലൂടെയുമാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയുടെ തനി സ്വരൂപവും അവരുടെ ഉദ്ദേശവും നിങ്ങളുടെ സ്നേഹവും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള മനോഭാവവും വളരെയധികം ഈ വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രപഞ്ച സത്യമാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ വളരെയധികം രഹസ്യപൂർണമായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും ചുരുളഴിയാൻ പോകുന്നതായി നമുക്കിവിടെ കാണാം. ഇവിടെ മൂന്നാമത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം ശക്തമായും നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ അത് വളരെയധികം രഹസ്യത്തിലാണ് ആ ഒരു മൂന്നാമത് വ്യക്തി നിലനിൽക്കുന്നത്. അവരുടെ തനി സ്വരൂപം ഈ വ്യക്തി മനസ്സിലാക്കുന്ന സാഹചര്യങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് വന്നുപെട്ടിട്ടുള്ളത്. ആ ഒരു സത്യം പലപ്പോഴും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണം എന്നുള്ള പ്രവണത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു വ്യക്തി വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരുമെന്ന്. ഈ തേർഡ് പാർട്ടിയുടെ ആ ഒരു യഥാർത്ഥ മുഖം കണ്ടതോടുകൂടി നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് വളരെയധികം അരോചകവും ദേഷ്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ അത്രയും പണ്ട് കാലം തൊട്ട് തന്നെ കൂടെ നടന്ന സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം, കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരോ ആയിരിക്കാം. അത്രയും അധികം മനസ്സിൽ നിറച്ചുകൊണ്ട് തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി തേർഡ് പാർട്ടിയെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ നല്ല രീതിയിലുള്ള മോശക്കേടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ തേർഡ് പാർട്ടിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായിട്ട് അകന്നു പോകേണ്ടി വന്ന ആ ഒരു കാരണത്തെ ചൊല്ലി വളരെയധികം മനസ്സ് വേദനിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അത് സ്വയം പഴിച്ചും കുറ്റം പറഞ്ഞും മറ്റുള്ളവരോട് പരാതി പറഞ്ഞും സ്വയം കരഞ്ഞു തീർത്തും ഒക്കെയാണ് ഒരു ദിവസം നീക്കിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പല സത്യങ്ങളും തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങളും വളരെയധികം ഇരുട്ടിന്റെ രഹസ്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും
അവിടെ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ പല സത്യങ്ങളും പല രഹസ്യങ്ങളുടെയും ചുരുളഴികൾ ഈ വ്യക്തിക്ക് മുന്നിൽ വെളിപ്പെടുന്നു. ഈ വ്യക്തിക്ക് അത്തരം സന്ദർഭങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നിലപാടാണെങ്കിലോ ഈ വ്യക്തി പരിപൂർണമായും തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചും മോശപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ വിട്ടുനിന്ന് നിങ്ങളിലേക്ക് നല്ല മനസ്സോടു കൂടിയും ഉദ്ദേശശുദ്ധിയോടു കൂടിയും വന്നാൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ എന്നുള്ള ചിന്തയിലായിരിക്കാം നിങ്ങൾ എത്തി നിൽക്കുന്നത്. അത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ നല്ലൊരു ഉറച്ച തീരുമാനം തന്നെയാണ്. അതിൽ നിങ്ങൾ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങാനായിട്ട് നിങ്ങൾ തയ്യാറല്ല. ഇതൊരു പക്ഷെ നിങ്ങളുടെ ഈ ഒരു നിലപാട് നേരത്തെ തന്നെ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി അറിയുന്ന മീഡിയേറ്റർ ആയിട്ടുള്ള വ്യക്തികളിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ വളരെയധികം ആശയക്കുഴപ്പത്തിലാണ് കൊണ്ടുപോയി എത്തിക്കുന്നത്. ഇവിടെ തീർത്തും നിങ്ങൾക്ക് വളരെയധികം സഹനശക്തി ഉള്ളതുകൊണ്ട് തന്നെ എന്തൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾ തയ്യാറാണ്. പക്ഷേ എപ്പോഴും ഈ വ്യക്തിയുടെ ഇത്തരം സ്വഭാവ രീതികൾ തന്നെ ആയതുകൊണ്ട് ഇനിയെങ്കിലും തിരിച്ചു വരുമ്പോൾ നല്ലൊരു മനുഷ്യനായും പല പാഠങ്ങളും പഠിച്ചും നല്ല രീതിയിൽ യാതൊരു തരത്തിലുമുള്ള കലർപ്പില്ലാത്ത യഥാർത്ഥ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള നിർബന്ധം നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി തന്നെ ഈ വ്യക്തി ഏതൊരു സാഹചര്യത്തിലും അത്രയും വിഷമിച്ച് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് നോക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് വഴങ്ങാനോ നിങ്ങൾ തയ്യാറല്ല. കാരണം ആദ്യം ആവർത്തിച്ചത് ഇനിയും ആവർത്തിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് നിങ്ങൾക്കുള്ളത്. ഒന്നോർത്തു കഴിഞ്ഞാൽ അത് വളരെ സത്യമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്, വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. കാരണം നിങ്ങൾക്കാണെങ്കിലും ഒരുപക്ഷെ മതിയായിട്ടുണ്ടാകാം ഈ വ്യക്തിയുടെ ഓൺ ആൻഡ് ഓഫ് എനർജി. ചില സമയങ്ങളിലേക്ക് നിങ്ങളിലേക്ക് വളരെയധികം ആകർഷിച്ചു വരികയും സ്നേഹത്തോടെ വരികയും പിന്നീട് അങ്ങോട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷകൾ തന്ന് അതെല്ലാം അസ്തമിപ്പിച്ച് ഈ വ്യക്തി കടന്നു കളയുകയുമാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ഒരു കർമ്മഫലമായി ഈ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ചതിനെ കുറിച്ച് ഈ വ്യക്തി ഓർക്കാനോ ചിന്തിക്കാനോ തയ്യാറല്ല. പകരം ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള തിരിച്ചടികളെ കുറിച്ച് പറയാനും വിശദീകരിക്കാനും വിഷമിക്കാനുമാണ് സമയമുള്ളത്. അതുതന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെറ്റും. സ്വന്തം തെറ്റുകളെ കുറിച്ച് അറിയാനും അംഗീകരിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി കാണപ്പെടുന്നത്. വളരെയധികം നിർബന്ധ ബുദ്ധിയാണ് ഈ വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കുഞ്ഞുനാൾ മുതൽ തൊട്ട് തന്നെ വളർന്നു വന്ന ജീവിത സാഹചര്യമാകാം, ഈ വ്യക്തി ഇടപഴകിയിട്ടുള്ള ആൾക്കാരാകാം. അങ്ങനെ പല പല സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇവിടെ ഇപ്പോൾ വളരെയധികം രോഷാകുലനായി നിന്നിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ തീർത്തും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ നമുക്ക് ഏറെ കൂടുതൽ കാണാൻ കഴിയുന്നത് നിങ്ങളുമായിട്ട് ചിലവഴിച്ച മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ നിമിഷവും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വന്നു കഴിയുമ്പോൾ ഈ വ്യക്തി പോലും അറിയാതെ ഈ വ്യക്തിയുടെ മനസ്സിലും മുഖത്തും അറിയാതെ ഒരു പുഞ്ചിരി തെളിഞ്ഞു വരുന്നുണ്ട്. അത് തീർത്തും നിങ്ങളുമായി അത്രയും ആഴത്തിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അടയാളം തന്നെയാണ്. പക്ഷെ നിങ്ങളുമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വേർപിരിയൽ യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. നിങ്ങളെ എന്തൊക്കെയാണോ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാണോ വേദനിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. എതിരെ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് പരിപൂർണമായിട്ടും തിരിച്ചറിയാനോ അവരുടെ വികാരങ്ങൾ വളരെ പെട്ടെന്ന് അടുത്തറിയാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. ഈ വ്യക്തിക്ക് കുറച്ചധികം നിർബന്ധ ബുദ്ധികളുണ്ട്. അത് വിജയിച്ച് കാണണം, അതുമായിട്ട് മുന്നോട്ട് പോകണം. അതാണ് ഈ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് നഷ്ടമായി പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെന്ന് പറയുന്നത് അവസാനത്തെ ഒരവസരമായിരിക്കാം. അതും നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്.
ഏതോ ഒരു പ്രായമായ സ്ത്രീ ഈ വ്യക്തിയെ വളരെയധികം ഉപദേശിക്കാനും നല്ല വഴിയിൽ സഞ്ചരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ മാതാവായിരിക്കാം, അല്ലെങ്കിൽ അടുത്തറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയോ ആയിരിക്കാം. നിങ്ങളുടെ പ്രാധാന്യം പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചോദിക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പല തിരിച്ചറിവുകളും ഈ വ്യക്തി അതിലൂടെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും പറിച്ചെടുത്ത് മാറ്റിക്കളയാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ എന്തു തന്നെ ആയാലും ഈ വ്യക്തിയുടെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സണെ കുറിച്ച് പറയാനാണെങ്കിൽ. അപ്പോൾ ഈ വ്യക്തിയുടെ പല ചീത്ത സ്വഭാവങ്ങളും പുറത്തേക്ക് കളയാനും നല്ല ഒരു മനുഷ്യനായി മാറാനും നിങ്ങളുടെ എന്നേക്കുമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഇവിടെ ഉള്ളതായി നമുക്ക് കാണാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം നല്ല രീതിയിലുള്ള ഫലം ലഭിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തി വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തു നിന്നും നിങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഒരു യാത്രേനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഊർജവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മനസ്സിന്റെ ആ ഒരു ഊർജം വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയെ അത്ര പെട്ടെന്ന് ആർക്കും തോൽപ്പിക്കാനോ തകർത്ത് കളയാനോ സാധിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും അതിനെല്ലാം പൊരുതിക്കൊണ്ട് തന്നെ മുന്നേറണം എന്നുള്ള മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. അത് തികച്ചും വളരെയധികം യാഥാർത്ഥ്യമായ ഒരു വികാരം തന്നെയാണ്. അത്തരം ഒരു മനോഭാവവും ലക്ഷ്യ മനോഭാവവും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധവും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരം ഒരു പ്രവണത ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം അത് വളരെയധികം ഉയർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. എന്തു തന്നെയായാലും ഈ വ്യക്തിക്ക് അധിക കാലം ഒന്നും തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനോ ജീവിതം തള്ളി നീക്കാനോ സാധിക്കില്ല. കാരണം ഒരു ഇണയുടെ ആവശ്യം ഈ വ്യക്തിക്കുണ്ട്. അത് ഈ വ്യക്തിയുടെ മനസ്സും ശരീരവും ഒരേ മന്ത്രത്തിൽ തന്നെ പറയുന്നു, ഒരേ രീതിയിൽ തന്നെ ആവശ്യപ്പെടുന്നു. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.